എമ്പുരാൻ എഡിറ്ററാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ ചലച്ചിത്ര അക്കാദമിയാണ് കാണുന്നത്. അക്കാദമിയുടെ നിലപാട് ആയിട്ടല്ല, ഒരു കലാപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചില അഭിപ്രായങ്ങളൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം, അത്രേ ഉള്ളൂ. അക്കാദമി അങ്ങനെ ആ കാര്യത്തിലൊരു പ്രത്യേകിച്ചൊരു നിലപാട് ഇപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അക്കാദമിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിലപാടൊന്നും, പ്രത്യേകിച്ചൊരു നിലപാട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ. നിങ്ങൾ ചോദിച്ചത് ഈ ഒരു റീസെൻസറിങ്ങിനെ കുറിച്ചാണോ? അതാണോ? അല്ല, ഈ കലാകാരന്, കലാപ്രവർത്തകർക്ക് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് കലാകാരൻ്റെ ഒരു എന്താണ് അവകാശം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സെൻസറിങ് സംവിധാനങ്ങളോട് അനുഭാവമുള്ള ഒരാളല്ല ഞാൻ. കാര്യം കലാകാരൻ്റെ ആവിഷ്കരണങ്ങൾക്ക് മുകളിൽ പല, അത് ഭരണകൂട താല്പര്യങ്ങളാകാം, മറ്റ് പല താല്പര്യങ്ങളൊക്കെ ഉൾപ്പെടെ അങ്ങനെ കത്രിക വയ്ക്കുന്നതിനോട്, അങ്ങനെ കലാകാരൻ്റെ അത്തരം സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുന്നതിനോട് വ്യക്തിപരമായിട്ട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. എങ്കിൽ പോലും നമുക്കൊരു നിയതമായ ഒരു സംവിധാനം നമുക്കുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു ഇതിലുള്ളതാണ് നമ്മുടെ ഒരു സെൻസർ ബോർഡ് സംവിധാനമൊക്കെ. ആ സെൻസർ ബോർഡിൻ്റെ സംവിധാനങ്ങളുടെ അനുമതി നേടി കേരളത്തിൽ പ്രദർശനത്തിലെത്തിയ ഒരു സിനിമ. അപ്പോൾ അതിനകത്ത് ഈ സെൻസർ ബോർഡിൻ്റെ ഒരു രാഷ്ട്രീയമൊക്കെ പൊതുസമൂഹത്തിനും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഉള്ളത് ആരൊക്കെയാണ്, അവരുടെ ഒരു രാഷ്ട്രീയ നയങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ പിന്നെ അതിനകത്ത് കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാകണം, അവരുടെ നിർദ്ദേശങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടാണ് ഒരു പ്രദർശന അനുമതി സെൻസർ ബോർഡ് നൽകുന്നത്. അങ്ങനെ അനുമതി കിട്ടി ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ, ആ സിനിമയെ ഇന്നിപ്പോൾ എതിർക്കുന്നവർ പോലും പലരും ആദ്യകാലത്തൊക്കെ അത് ആ സിനിമ കണ്ടിട്ട് അതിനെ അനുകൂലിച്ച് സംസാരിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം അവർക്കുണ്ടായത് എന്നുള്ളത്, അത് അതിനകത്തൊക്കെ ചില രാഷ്ട്രീയമുണ്ടാകാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തു തന്നെയായിരുന്നാലും ശരി, ഇവിടെ ഒരു അസഹിഷ്ണുതയുള്ള ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത്. എത്രയോ സിനിമകൾ ഇവിടെ, ഇപ്പോൾ ഈ പറയുന്ന സിനിമയുടെ തന്നെ സൃഷ്ടിതാവായിട്ടുള്ള ശ്രീ മുരളി ഗോപി, അദ്ദേഹം മുമ്പ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അന്ന് അത് ഇവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയൊക്കെ വല്ലാതെ അപഹസിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ അതിനെപ്പോലും വളരെ സഹിഷ്ണുതയോടെ കണ്ട ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അന്നാരും അതിനെ ഒരു റീസെൻസർ ചെയ്യണമെന്നോ അതിൽ ചില വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നോ ഒന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ചിത്രം ഇവിടെ കുറേയൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടു. പക്ഷേ അതിനെതിരെ ആ പ്രസ്ഥാനങ്ങൾ പോലും അതിനെതിരെ ഒരു പ്രതികരണം നടത്തിയില്ല. അതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ സമീപിച്ചത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയേറെ അസഹിഷ്ണുത കാട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എത്രയോ സിനിമകൾ രാഷ്ട്രീയപരമായിട്ടും ഒക്കെ വിമർശനാത്മകമായിട്ടുള്ള സിനിമകൾ വന്നിട്ടുള്ളതൊക്കെ നമ്മൾ സഹിഷ്ണുതയോടെ സമീപിച്ചിട്ടുള്ള ഒരു സമൂഹം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മറ്റൊന്നെനിക്ക് പറയാനുള്ളത്, ഈ കല എന്ന് പറയുന്നത് സമൂഹത്തെ, മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതാണ്, അതിൽ ലോകത്തെ ഒരുമിപ്പിക്കുന്നതാണ്. അതൊരിക്കലും ഒരു ഭിന്നിപ്പിൻ്റെ തലത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒന്നും പ്രചാരകരായി കലയും കലാസൃഷ്ടികളും കലാപ്രവർത്തകരും ഒന്നും മാറാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ഒരു ഔചിത്യം എന്ന് പറയുന്നത് കലാപ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളൊരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ ഈ കല കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹത്തെയാണെന്നും ആ ജനസമൂഹത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ, അത് നമ്മുടെ ഒരു ഔചിത്യം, ആ കാര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിരുകളില്ലാതെ വേണമെന്ന് പറയുമ്പോൾ പോലും ഒരു ഔചിത്യം ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പുലർത്തേണ്ടതുണ്ട്. അല്ല, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അതും അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതോടൊപ്പം സംവിധായകൻ പൃഥ്വിരാജിന് നേരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം നടത്തുകയാണ്. ഒപ്പം തന്നെ RSSന്റെ മുഖപത്രത്തിൽ ഉൾപ്പെടെ പൃഥ്വിരാജിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ദേശവിരുദ്ധതയാണ് കാണിക്കുന്നതെന്നടക്കമുള്ള. അല്ല, ഞാനതാണ് പറഞ്ഞത്, സിനിമയായി കാണാൻ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഒരു സമൂഹമല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്. കേരളത്തിൽ നമ്മൾ എത്രയോ സിനിമകൾ, മുമ്പ് നിർമാല്യം എന്ന് പറയുന്ന സിനിമ
നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെയുള്ളൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാനാകുമോ? കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ, കാശ്മീർ ഫയൽ പോലുള്ള സിനിമകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോഴും അതിനെതിരെ എന്താണ് അതൊക്കെ ഒരു കലാസൃഷ്ടി, അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് നമ്മുടെ സമൂഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ? അപ്പോൾ ചിലർക്കൊക്കെ താല്പര്യമുള്ള, അല്ലെങ്കിൽ ചിലരുടെ അജണ്ടകൾക്ക് അനുസൃതമായ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിനോട് ഒരു വലിയ സഹിഷ്ണുത കാണിക്കുകയും അല്ലാത്തതിനോട് ഒരു അസഹിഷ്ണുത കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇരട്ടത്താപ്പ് കൂടിയാണ് ആ കാര്യം. അതാണ്. അല്ല, ഇത് നമ്മൾ മലയാള സിനിമയിൽ പ്രത്യേകിച്ചും ഒരു സമകാലിക പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ഒരു തൊഴിലിടം, സിനിമ എന്ന് പറയുന്ന ഒരു വർക്ക് സ്പേസ് കൂടുതൽ സ്ത്രീ സൗഹൃദമാകണം, അവിടെ കൂടുതൽ സ്ത്രീ സുരക്ഷിതമാകണം, അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഒരു വർത്തമാനകാല സാഹചര്യങ്ങളിൽ മലയാള സിനിമയിൽ പ്രത്യേകിച്ചും സാങ്കേതിക മേഖലയിൽ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം വളരെ കുറവാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന്. അപ്പോൾ കൂടുതൽ സ്ത്രീകളൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആ ഒരു തൊഴിലിടം കൂടുതൽ ഒരു സ്ത്രീ സൗഹൃദമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് 2023 ഇങ്ങനെ ഒരു ആശയം നമ്മുടെ വനിതകൾക്ക് വേണ്ടി ഈ സിനിമയിലെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രായോഗിക പരിശീലന ക്യാമ്പ്, ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളൊരു ആശയം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ചത്. അത് സിനിമാ രംഗത്തെ വിവിധ സംഘടനകളുമായിട്ടും സിനിമാ രംഗത്തെ പ്രധാന വ്യക്തിത്വങ്ങളുമായിട്ടും ഒക്കെ ആലോചിച്ച് ഒരു കരട് രേഖ, അല്ലെങ്കിൽ ഒരു രൂപരേഖ, കൃത്യമായി തന്നെ അങ്ങനെ ഒരു രൂപരേഖ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ നമ്മളൊരു പരിശീലന ക്യാമ്പ് വൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ നമ്മൾ നടത്തി. അതിൽ 30ഓളം വനിതകൾ ഈ മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളതായിട്ട് അവർ വന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു 13ഓളം സ്ത്രീകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു തുടർ പരിശീലനമായിട്ട്. ഇതൊരു മറ്റതൊരു ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ചുകൂടി പ്രായോഗികമായ അറിവുകളും അവർ പ്രവർത്തിക്കാൻ പോകുന്ന മേഖലയിൽ അവർക്കുള്ള പ്രായോഗികമായ പരിജ്ഞാനം നൽകുന്ന തരത്തിലുള്ള ഒരു ശില്പശാലയാണിപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവർ പുറത്തു പോകുമ്പോൾ അവർക്ക് സിനിമാ മേഖലയിൽ ഈ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അത് ഇവിടുത്തെ നിർമ്മാതാക്കളുമായിട്ട് KSFDC പോലുള്ള നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് അവർക്ക് അവിടെ തൊഴിലവസരങ്ങൾ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു സാമ്പത്തിക ഒരു സഹായം ഈ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മൾ ഈ സ്ത്രീ സിനിമകളെന്ന് പറയുന്നത്, സ്ത്രീപക്ഷ സിനിമകളെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ അധികവും അത് പുരുഷന്മാർ സൃഷ്ടിച്ച സ്ത്രീപക്ഷ സിനിമകളാണ് നമുക്കുള്ളത്. പക്ഷേ സ്ത്രീകൾ തന്നെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള സ്ത്രീപക്ഷ സിനിമകൾ, യഥാർത്ഥ അർത്ഥത്തിലുള്ള സ്ത്രീപക്ഷ സിനിമകൾ കൂടുതൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ ആ രംഗത്ത് കൂടുതലായിട്ട് കടന്നു വരുമ്പോൾ ഈ സ്ത്രീകൾ ഈ ലോകത്തെ നോക്കിക്കാണുന്നത് പുരുഷൻ്റെ ഒരു വീക്ഷണം പോലെ ആയിരിക്കില്ല, അത് വ്യത്യസ്തമാണ്. അവരുടെ ഒരു മാനസികമായ സങ്കീർണതകളും അവരുടെ വൈകാരികമായ അനുഭവങ്ങളും ഇതെല്ലാം മറ്റൊരു തലത്തിലാണ് ഒരു സ്ത്രീക്ക് വ്യാഖ്യാനിക്കാനാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ സിനിമകൾ ആ അർത്ഥത്തിൽ സ്ത്രീകളുടെ എല്ലാ യഥാർത്ഥ കാഴ്ചപ്പാടുകൾ അത് ആവിഷ്കരിക്കപ്പെടുന്ന അത്തരം സിനിമകൾ ഉണ്ടാവണം മലയാളത്തിൽ. യഥാർത്ഥ ഒരു സത്യസന്ധതയുള്ള സ്വാഭാവികത നിറഞ്ഞ അത്തരം സ്ത്രീപക്ഷ സിനിമകൾ, അത് സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണയോടുകൂടി തന്നെ അത്തരം സിനിമകൾ കൂടുതലായിട്ട് മലയാളത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒന്നുകൂടി ആ ഒരു കൺസെപ്റ്റ് കൂടി ചലച്ചിത്ര അക്കാദമിക്കുണ്ട്. ഇതിപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ ഏറ്റവും ഒരു അഭിമാനകരമായ ഒരു പദ്ധതിയായിട്ടാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ പ്രാധാന്യത്തോടെ കാണുകയാണ്. അത് ഗവൺമെൻറ് തീരുമാനിക്കും. ഇപ്പോൾ നമ്മളെ ഒരു വൈസ് ചെയർമാനായിട്ടാണ് എൻ്റെയൊക്കെ ഒരു നിയമനം. അത് 3 വർഷം ഇപ്പോൾ അതിൻ്റെ ഒരു കാലാവധി കഴിയുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെയർമാൻ്റെ ചുമതല നൽകി, അത് 6 മാസമായി. അതിൻ്റെ കാലാവധി അത് കഴിയുന്നതനുസരിച്ച് ഭരണസമിതിയും പുതിയ ചെയർമാനുമൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കും. അങ്ങനെ പതിവൊന്നും നമുക്ക് പാലിക്കണമെന്നൊന്നുമില്ല, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. അതിനകത്തൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല.